കുഞ്ഞോള് പറഞ്ഞ പോലെ തന്നെ ഏതോ കമ്പനിയുടെ പേരും പറഞ്ഞ് ഹോം ഡെലിവറി. ഇന്നലെ ബാഗിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. വിളിച്ചിട്ട് വന്നില്ലല്ലോ. അങ്ങേരെ അയക്കുന്ന പൈസ അപ്പം തന്നെ പിൻവലിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത മാസം അയക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ വരാൻ പറഞ്ഞേ. അതൊരു ദിവസം കഴിഞ്ഞിട്ട് എടുത്താലെന്താ? ബാങ്കല്ലേ, അവിടെ കിടക്കൂലേ? അതിന്റെ ഉലുമാലൊന്നും എനിക്കറിയില്ല, അങ്ങേർക്കേ അറിയോ. എന്തായാലും കാരണം എനിക്ക് കണക്കിന് കിട്ടി. ടൈം കെട്ടി മാനേജർ ആകുമ്പോഴല്ലേ. കളിയാക്കാ സിസ്റ്ററേ, നമുക്ക് ടൈയും കെട്ടണ്ട, മാനേജറും ആവണ്ട. പെങ്ങളുടെ കല്യാണം നടത്തണം. വലിയ കടമൊന്നും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകണം. മേഴ്സി സിസ്റ്ററേ, അച്ചായനോട് പറഞ്ഞിട്ടേ എനിക്ക് അവിടെ ചെറിയൊരു ജോലി വാങ്ങിത്താ. കൊള്ളാം. കാനഡയിലോ? അങ്ങ് ദുബായിക്ക് പോകണമല്ലോ. അത്ര എളുപ്പമൊന്നുമല്ല കാനഡയിൽ പോവാൻ. ഭയങ്കര ചെലവാ. ഈ ഞാൻ തന്നെ എത്ര കാലമായിട്ട് ശ്രമിക്കുക. അങ്ങോട്ട് പോവാണോ കാനഡയ്ക്ക്? ഉടനെ ഉണ്ടോ? ഈ പ്രാവശ്യം എല്ലാം ശരിയാവുന്ന പറഞ്ഞേ. അമ്മച്ചിയേ, നിങ്ങളാകെ രണ്ടുപേരല്ലേ ഉള്ളൂ. കഴിഞ്ഞ മാസമല്ലേ ഞാൻ ഒരു കുറ്റി കൊണ്ടുവന്ന് തന്നത്. അമ്മച്ചിയേ, അവളോ? ഞാൻ കരുതി നീ ഇത് കൊടുത്തിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോയെന്ന്. നിന്റെ മറ്റേ കുന്ത്രാണ്ടത്തിൽ ആരാണ്ടൊക്കെയോ വിളിച്ചു. ഒന്നും മയങ്ങാനൊത്തില്ല, വിളിയോട് വിളി. അതെ, വേറൊരു ഫോണുണ്ട്, അത് ഓഫ് ചെയ്യാൻ മറന്നു അമ്മ. കാനഡയിലേക്ക് പോകണമെന്ന് പറയുന്നവർക്ക് ഇച്ചായം കൊടുക്കുന്ന നമ്പറാ. മറുപടി പറഞ്ഞു ഞാൻ മടുത്തു. അപ്പൊ അച്ഛനാള് പറ്റി പ്രോത്സാഹനാണല്ലേ. നീ അതിങ്ങോട്ടെടുത്ത് വെക്കടാ. കൈ നീട്ടുവാണ് സിസ്റ്ററെ. വേണ്ട, വെച്ചോ. എടാ വാവേ, നീ കവലയില്ലായിരുന്നോ? ഇല്ലിക്ക, എന്തു പറ്റി? നമ്മുടെ അത്തിക്കാട്ട പ്രസാദ് ഏട്ടനെ കറണ്ട് അടിച്ചെന്ന് പറയുന്ന കേട്ട് രാവിലെ ടൗണിൽ നിന്ന്. എന്നിട്ട് വേറൊന്നും അറിഞ്ഞില്ല. അതെ, ഊതിയ വെള്ളം വെച്ച് നിക്കണ്ട, പിന്നെ പരവിലുണ്ടാകും. എടാ ബാവേ, ആ പ്രസാദിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അയാൾക്ക് പോസിറ്റീവ് രക്തം വേണമെന്ന്. നീയൊക്കെ എന്ത് കോണാപ്പന്മാരാണ്? ഒന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞൂടെ? ഞങ്ങള് നിന്നെ കാത്തിരിക്കില്ലെന്നാ. ഈ സിസ്റ്ററോട് ബാക്കി പോയതല്ലേ, പോണതേങ്ങള് കണ്ട്. അതുകൊണ്ട് പറയാൻ പാടില്ലേ? നാളിന്റെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഓ പോസിറ്റീവ് അല്ലേ, കുഴപ്പമില്ലാന്ന്. ഇനി വർത്താനം പറയാതെ വന്ന് കേറി. വേണ്ട, വിളിക്കാം, എന്റെ ആവശ്യത്തിന് വിളിക്കാം. നിങ്ങളുടെ പുയ്യാപ്പിള വന്നാ? ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാനില്ല. ഈ ചുക്കും കുരുമുളകും എന്നൊക്കെ പറഞ്ഞ് ചുരം കയറി പോകുന്നതേ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചോ. സുൽത്താൻ ബത്തേരിയിലൊക്കെ നല്ല മൊഞ്ചത്തിമാരുണ്ട്. ഞാൻ കുറച്ചു നേരമായി വന്നിട്ട് അകത്ത് ഭയങ്കര ചൂടടാ. റുബീനോ, ഇന്ന് വാപ്പാടെ സ്പെഷ്യൽ കാണും. ഞാൻ എവിടേക്ക് തിരക്കിടാ, നീ എവിടെ പോയി കിടക്കുക? നിങ്ങൾ വാ. ഞാൻ കുളിച്ചിട്ട് വരാം. നീ പറഞ്ഞാൽ എനിക്ക് ചെറിയ സംശയം കേട്ടാ. അമ്മ, ഇതുവരെ കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിയും. ബാണാസുരന്റെ ഒരു വരവുണ്ട്. ബാണാസുരം വന്നില്ലെങ്കിൽ നാളെ അണ്ണാച്ചി വരും കേട്ടോ. പലിശക്കെടുത്തൊരു പശുവിനെ വാങ്ങിച്ചിട്ട് പട്ടിണി കിട്ടു വന്നില്ലേ, ആ പൈസ വാങ്ങിക്കാൻ. നേരത്തെ ഞങ്ങൾ തമ്മിൽ ഒരേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തുണിക്കടയിലാണ് വർക്ക് ചെയ്തത്. അവിടെ നിന്നാണ് ഇഷ്ടത്തിലുമായത്. എവിടെയായിരുന്നു തുണിക്കട? അവിടെ തന്നെ കൊടുവായൂർ തന്നെ. കൊടുവായൂർ തന്നെയുള്ള തുണിക്കടയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യും. ഇതേതാണ്? ഒരേ സമുദായം. കഥയല്ല ഇത് ജീവിതം. നല്ല രസമുള്ള പരിപാടിയാണ്. നല്ല രസമുണ്ടല്ലേ? നാട്ടുകാരുടെ ജീവിതം തൊലയാണ്. നീ പോടാ, തൊലയുന്നത് കാണാനൊന്നുമല്ല. ഓരോരോ ജീവിതങ്ങളൊന്നും പഠിക്കാനുണ്ട്. പഠിക്ക്. ഇതുപോലെ വന്നിരിക്ക ടി വിയിൽ. അമ്മ, ചോറെടുക്ക്. സാമ്പാർ വേവ് കുറവാണല്ലോ. ഇത് ജയല്ലേ? അല്ലല്ല, നിഷ, കുറ്റിപ്പുറത്തുള്ള. അല്ലടാ, സുരേഖ. അല്ലടി നിഷ, ഇതാ വന്ന് നോക്ക്. പിന്നെ താല്പര്യം പറഞ്ഞിട്ട്
ഉമ്മച്ചേ വീട്ടിലെ ദോശ എടുത്തിട്ടാണ് ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ദോശ ഈ ഉഴുന്ന് കണ്ടുപിടിച്ചാൽ തല്ലിക്കുമല്ലോ. ഉഴുന്നിട്ടല്ലടാ, അരിദോശയാ. ആ അതുകൊണ്ടാണ് കഴിക്കാന്ന് വെച്ചത്. ഷാജാന അരിദോശ ഉണ്ടാ തിന്ന് ഒരെണ്ണം എടുത്താട്ടോ. രാവിലെ 10 മണിക്കൂറുണ്ടോ ഫൈനലാണ്. അവർക്ക് എന്തായാലും പുറത്തു പോകണം ഉറപ്പാ. സ്ഥിരം ഓട്ടണം, അല്ലെങ്കിൽ പോകണ്ടായിരുന്നു. ഞങ്ങൾ ചവിട്ടിത്തള്ളി ഒരു 10 മണിക്ക് എത്താം. എങ്ങനെയല്ലേ പറഞ്ഞോട്ടോ. നിനക്കൊന്നും നാണമില്ലടാ, വയസ്സായി എന്നിട്ടും കളിച്ചു നടക്കുന്നു. എടാ വാവേ, ഷാജഹാന്റെ പ്രായത്തിലേ അവന്റെ വാപ്പയ്ക്ക് 8 മക്കളുണ്ടായിരുന്നു. 8 മക്കളാ? ആ, 2 മറ്റേ കുടിയില്ല. 2 കുടുംബത്തെ അങ്ങേര് നന്നായിട്ട് നോക്കി. നീയൊക്കെ ഇപ്പോഴും ഉമ്മമാരുണ്ടാക്കി തരുന്നതും കഴിച്ച് കുട്ടിയും കോലും കളിച്ച് നടക്കുന്നു. ഡാ, നിനക്ക് കല്യാണമൊന്നും വേണ്ടേ? ആ, അയ്യ, അവനെന്താ ഒരു കുറവ്? 8 മക്കളൊന്നും നടക്കൂലമ്മ. പോടാ അവിടുന്ന്. ഞാൻ അരമണിക്കൂറായി വന്നിട്ട്. കുഴപ്പമില്ല, ഇന്നലെ എന്നെ പറ്റിച്ചതല്ലേ, കുറച്ച് കിടക്കാം. കിടക്കാം. കിടക്കോ? ശരിക്കും കുറേ നേരമായോ? ആ കുറച്ചു നേരമായി. ഒരപ്പാപ്പിന് ട്രിപ്പ് കൊടുത്തപ്പോൾ ഭയങ്കര ഷിവറിങ്. ഞാൻ അടുത്ത് തന്നെ വേണം. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതാ. പിന്നെ അങ്ങേരം ഇറങ്ങിയിട്ടാ ഞാനൊന്ന് ഇറങ്ങിയേ. അതപ്പാപ്പൻ്റെ കുറ്റമല്ല. എന്തോ അല്ല, ചിലരടുത്ത് നിന്നാലും ഷിവറാവും. ആ, ഇങ്ങനെയൊക്കെ പറയാനറിയോ? ഇന്നലെ എന്താ വരാണ്ടിരുന്നേ? ഉച്ച കഴിഞ്ഞ് വരാന്ന് പറഞ്ഞതല്ലേ? ഞാൻ എത്ര നേരം കാത്തിരുന്നു അറിയാമോ? അവസാനം ബാങ്കിലെത്തിയപ്പോൾ സമയം 3:30 കഴിഞ്ഞു. അതേ കളി കഴിഞ്ഞപ്പോൾ ലേറ്റായി. എന്നെ ആ പാർലറിന്റെ ഫ്രണ്ടിൽ ഇറക്കിയേക്കട്ടോ. എന്നിട്ട് വാ പോയിക്കോ, വെയിറ്റ് ചെയ്യണ്ട. അല്ലാലും പാർലറിന്റെ മുമ്പിൽ നിർത്തിയാൽ പിന്നെ വെയിറ്റിംഗ് ഒന്നുമില്ല. അവിടെ മുഖം മിനുക്കിയിട്ട് ഇറങ്ങി വരുമ്പോഴേ സമയം ഒരുപാടാവും. അടുത്ത മാസേ അങ്ങോട്ട് പോകേണ്ടതാ. മുഖത്തിന് കുറച്ച് ഭംഗിയൊന്നുമില്ലെങ്കിൽ അങ്ങേരെ എന്നെ കണ്ടിട്ട് വല്ല കാനഡയിലെ പെൺപിള്ളേരെ കൂടെ പോവും. ഓ, ഇപ്പൊ തന്നെ ആവശ്യത്തിന് കൂടുതൽ ഭംഗിയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്ത് ചെയ്യും? ആണുങ്ങൾക്ക് ഭംഗിയല്ല വേണ്ടേ, ചൊണയെ വേണ്ടേ, ചൊണ. ആ ആദ്യമൊക്കെ അങ്ങനെ പറയും. പിന്നെ ചൊണയല്ല ചൊളയാണ് വേണ്ടതെന്ന് പറയും. അപ്പൊ സിസ്റ്റർ അടുത്ത മാസം പോവും. അതൊക്കെ പോട്ടെ, ഇനി മേലെ സിസ്റ്റർ ഒന്ന് വിളിക്കരുത് കേട്ടോ. പിന്നെ നിനക്കിഷ്ടമുള്ളത് വിളിച്ചോ. ഇതിപ്പോ 500-നകത്ത് 100 വയ്ക്കണോ 100-നകത്ത് 500 വയ്ക്കണോ എന്നൊരു സംശയം. അതെന്ത് നിങ്ങൾ അങ്ങനെ പറയണേ? അകത്ത് വെച്ചാലും പുറത്തു വെച്ചാലും സുലൈമാനെ കാര്യം നടന്നാ പോരെ. മുക്കുജ, ഈ നോട്ട് നിരോധിച്ച സമയത്ത് സീരിയലും കൂടെ നിരോധിക്കായിരുന്നു. സുലൈമാനെ, വേണ്ടാത്ത വർത്തമാനമൊന്നും പറയണ്ട കേട്ടാ. ഇവിടെ നോട്ട് നിരോധിച്ചുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായാ? പിന്നെ ഈ പരിഷ്കാരങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പരിഷ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വെല്ലം വെച്ച് കഴിച്ച ആളെ കൊല്ലലും നാട്ടിൽ നിന്ന് ഓടിക്കലൊക്കെ അല്ലേ പരിഷ്കാരം. അനാവശ്യം പറയല്ലേ മുക്രി. നിങ്ങളിപ്പം മൂക്ക് മുട്ട തിന്നത് ബീഫല്ലേ? ഇവിടെ ആരെങ്കിലും കൊല്ലാൻ വന്ന നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഓടിച്ചാ? പറയുമ്പോ എല്ലാം പറയട്ടെ. അത് തന്നെ, എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കണം പറഞ്ഞു ഇവിടെ കിടന്നുള്ളൂ. എന്തിനാ ചന്ദ്ര നിർത്ത്. എവിടെ ഒന്നും അല്ലല്ലോ, ഇന്ത്യ തന്നെ അല്ലേ? അതെ, നിങ്ങളൊന്നും നിർത്തുവോ? ഞാനിതൊന്ന് കാണട്ടെ. ഒന്ന് പറഞ്ഞ് തീരട്ടെ രാജേന്ദ്ര. നീയല്ലേ പറഞ്ഞ് ഇവിടെ ഒരു കുഴപ്പമില്ലാന്ന്. ഇപ്പൊ എന്തായി? ഇവിടെ ഒരു കുഴപ്പമില്ല മുക്രി. നിങ്ങളെ മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നോണ്ടാ. അപ്പൊ നമുക്കൊക്കെ മഞ്ഞക്കണ്ണ്, നിങ്ങൾക്ക് മാത്രം വെള്ളക്കണ്ണ്. രാജേന്ദ്ര, നിന്റെ പോക്ക് ഈടക്കായിട്ട് അത്ര ശരിയല്ലാട്ടാ. അതെ മുക്രി, 4 പൊറോട്ട ബീഫ് ഫ്രൈ, നീ 8 പൊറോട്ട 2 ബീഫ് ചായ. 2 പേരും പൈസ തന്നിട്ട് വേഗം സ്ഥലം വിട്ടേ. 8 പൊറോട്ട കഴിച്ചാ നീ? കൊടുക്കത്തെ നീ പൈസ കയ്യിലുണ്ടോ? പറ്റില്ല എഴുതണം. ആ ബാർബർ ഷോപ്പിലേക്ക് പോകണ്ട, അവിടുത്തെ TV കാടാ. പറ്റില്ല എഴുതിക്കോ. നേരെ വീട്ടിൽ പോകാൻ നോക്ക്. ചന്ദ്ര എഴുതിക്കോ. 4 പൊറോട്ട 1 ബീഫ് 1 കട്ടൻ ചായ. അച്ഛനത് എന്തിന്റെ സുഖേടാ? ചോദിച്ചാലെല്ലാം പറഞ്ഞു. വേണ്ടാത്തടത്ത് കയറി അഭിപ്രായം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ല. ആരോ നോട്ടെടുത്ത് എന്തോ തമാശ പറഞ്ഞപ്പോ സുലൈമാനും മുക്രിയും കൂടി അത് ഏറ്റുപിടിച്ചു. അപ്പോ ഞാനൊരു അഭിപ്രായം പറഞ്ഞു.
നിങ്ങൾ എന്തിനാ പറയാൻ പോയത്? ഒന്നാമത് ആ മുക്രിക്ക് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. അതിന്റെ കൂടെ അച്ഛൻ്റെ ഈ പൊട്ട വർത്താനം. ഈ സീരിയലാണല്ലാതെ നാട്ടിൽ കിടക്കണ വല്ലതും അറിയണ്ടോ? അറിയാത്ത എന്തിനാ പറയാൻ പോണേ? അല്ലെങ്കിൽ അച്ഛൻ ഈയിടെ സീരിയൽ കണ്ട് പറയുന്ന എല്ലാം വേണ്ടതിനോ? നീ മിണ്ടാരിടി. നീ കൂടുതൽ പറയണ്ട. നളിനെ ഞാൻ കണ്ടിരുന്നു. അതിന് ആനന്ദ് വേണം. അങ്ങനെ ഞാനും കണ്ടിരുന്നു. നീ ഇന്നലെ ആ പള്ളിയുടെ മുന്നിൽ എന്തായിരുന്നു? കുറെ മാപ്പിള പിള്ളേരും കുട്ടി ചാട്ടവും ബഹളവും, അതും ആ പള്ളിമുറ്റത്ത്. അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്മാർ തമ്മിൽ സഹകരിക്കണാണോ കുറ്റം? അത് ഇക്കാലത്ത് ആരായാലും എന്താ സ്നേഹത്തിന് പോകാൻ സമ്മതിക്കരുത്. ഈ കവലയിലെ കടയിലിരുന്ന് തള്ളുന്ന പോലെ അല്ലത്. നീ ക്രിക്കറ്റും കളിച്ച് എന്നും ചീത്ത വിളിച്ച് നടന്നോ? ഇവൾക്കൊരു ആലോചന വന്നിരുന്നു, അറിഞ്ഞോ? നീ വലിയ കപിൽ ദേവാൻ നടക്കല്ലേ നീ? കപിൽ ദേവ ആലോചന കാര്യം എന്നോട് അമ്മ പറഞ്ഞു. അതൊക്കെ നടന്നോളും. പെണ്ണിൻ്റെ ആങ്ങളെ ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്നും പറഞ്ഞു ഒരു കല്യാണവും മുടങ്ങിയിട്ടില്ല. അതിന് ഞാൻ തന്നെ ഓടണ്ടേ? அவ்வளோ நேரம் காத்திருக்க முடியாது. என்ன அண்ணனுக்கு மங்கி கேப்பில்லையா? போதும் போதும் போதும். அண்ணா சொல்லு, பறக்க இவ்வளோ இருக்கு, க்ளீன் பண்ணட்டுமா? நீ தானே கிளீன்ற, கிளீன் பண்ணியா? ஆமையா. என்ன குளிரு, வண்டி விடியா?